ഈ ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 3 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3, -2x if -3 less than x less than 3, 6x plus 2 if x greater than or equal to 3. ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇതിനു മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ എക്സിൻ്റെ വാല്യൂ എവിടെയാണ് സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ -3നേക്കാളും കുറവാണെങ്കിൽ ഈ ഫംഗ്ഷനും -3നേക്കാളും കൂടിയാൽ ഇതും ഉപയോഗിക്കണം. അപ്പോൾ -3 സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? അതേപോലെ എക്സിൻ്റെ വാല്യൂ 3നേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ആ -2x യൂസ് ചെയ്യണം. 3നേക്കാളും കൂടുതലാണെങ്കിൽ ഇതും യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഫംഗ്ഷൻ -3ലും 3ലും സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ -3ലും 3ലും മാത്രം നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. ഇതിനു മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞു. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കണ്ടിന്യൂസ് ഗ്രാഫാണ്. ഈ സ്പ്ലിറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് പറയാൻ പറ്റില്ല കണ്ടിന്യൂസ് ആവണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ -3ലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. കാരണം -3ൽ സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ -3ലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ അറിയാമല്ലോ. കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? -3ൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -3 മൈനസ് എഫ് ഓഫ് എക്സ് അല്ലേ? ശരിയല്ലേ? -3 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 മൈനസ് എന്ന് പറഞ്ഞാൽ -3നേക്കാളും ഒരു പൊടിക്ക് കുറവാണ്, അത്രേ ഉള്ള അർത്ഥം. അല്ലാതെ -3 എന്നല്ല. -3 മൈനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ സ്ലൈറ്റ്ലി ലെസ് ദാൻ -3, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -3നേക്കാളും സ്വല്പം കുറവാകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ത് വരും അതാദ്യം കണ്ടുപിടിക്കണം. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -3 മൈനസ് എഫ് ഓഫ് എക്സ് ഞാൻ ഏതാണ് എഴുതേണ്ടത്? ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് എഴുതേണ്ടത്? -3 മൈനസ് എന്ന് പറഞ്ഞാൽ -3നേക്കാളും സ്വല്പം കുറവാണ് എക്സ് അല്ലേ? -3നേക്കാളും സ്വല്പം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷനാണ് ശരിയാവുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഇവിടെ എക്സ് ലെസ് ദാൻ -3 എന്ന് പറയുമ്പോൾ -3നേക്കാളും സ്ലൈറ്റ്ലി ലെസ് ദാൻ അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ -3നേക്കാളും ഒരു പൊടിക്ക് കുറവാണെന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണ് ശരിയാവുന്നത്. അപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സ് ഫസ്റ്റ് വണ്ണാണ് എഴുതേണ്ടത്. മോഡ് എക്സ് പ്ലസ് 3 വേണം എഴുതാനായിട്ട്. നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ -3 നേരെ ഇട്ട് കൊടുത്താൽ മതി. -3 മൈനസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി -3 തന്നെയാണല്ലോ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡ് -3 പ്ലസ് 3 എന്ന് വരും. അതിൽ ആ മോഡ് -3 3 ആണെന്ന് അറിയാമല്ലോ അല്ലേ? മോഡ് -3 3 ആണ്. 3 പ്ലസ് 3 അല്ലേ? 3 പ്ലസ് 3 6 വരും. ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു -3. ഇത് നമ്മൾ റൈറ്റ് ലിമിറ്റ് കാണാൻ പോവാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -3 പ്ലസ് -3 പ്ലസ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ -3. എഫ് ഓഫ് എക്സ് കാണാൻ പോവാണ് റൈറ്റ് ലിമിറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -3 പ്ലസ് എഫ് ഓഫ് എക്സ് ഏതാ എഴുതേണ്ടത്? -3 പ്ലസ് എന്ന് പറഞ്ഞാൽ -3നേക്കാളും സ്വല്പം കൂടുതലാണ്, വളരെ സ്വല്പം. -3നേക്കാളും ഒരു പൊടിക്ക് കൂടുതലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കണ്ടീഷന് ശരിയാവാം അല്ലേ? കാരണം -3നേക്കാളും ഒരു പൊടിക്കേ കൂടുതലുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 3നേക്കാളും കുറവായിരിക്കും അത് അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ -3നേക്കാളും ഒരു പൊടിക്ക് കൂടുതലുള്ളൂ എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ കണ്ടീഷൻ ശരിയാവുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, എക്സിൻ്റെ വാല്യൂ -3നേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട് ഇവിടെ അല്ലേ? അപ്പോൾ -3 പ്ലസ് ആവുമ്പോൾ ഈ കണ്ടീഷനാണ് ശരിയാവുന്നത്. എഫ് ഓഫ് എക്സ് -2x ആണ് കൊടുക്കേണ്ടത്. -2x കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സിൻ്റെ സ്ഥാനത്ത് -3 കൊടുക്കുമ്പോൾ അല്ലേ -2 × -3 എന്ന് വരും. ശരിയല്ലേ? -2 × -3 6 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. 6 കിട്ടി. കഴിഞ്ഞിട്ടില്ല. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എ, മൂന്ന് ആൾക്കാർ സെയിം ആയിരിക്കണം.
ഇപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് കണ്ടു, റൈറ്റ് ലിമിറ്റും കണ്ടു. ഇനി എഫ് ഓഫ് എയും കൂടിയും കണ്ടിട്ട് മൂന്നും സെയിം അല്ലേ എന്ന് ഉറപ്പ് വരുത്താം. അപ്പോൾ -3 ലെഫ്റ്റ്, -3 റൈറ്റ്. ഇനി എക്സിൻ്റെ വാല്യൂ കറക്റ്റ് -3 ആകുമ്പോൾ ഫംഗ്ഷൻ എന്ത് വാല്യൂ കിട്ടും എന്നുള്ളത് കാണണം. എഫ് ഓഫ് -3 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കറക്റ്റ് -3 വന്നാൽ ഫംഗ്ഷന് എന്ത് വാല്യൂ കിട്ടും? എക്സിൻ്റെ വാല്യൂ കറക്റ്റ് -3 ആവാന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷനിൽ അതുണ്ട് ഇല്ലേ? കാരണം ഇവിടെ എക്സ് ഈക്വൽ ടു -3 ഉണ്ട് ഇതിനുള്ളിൽ അല്ലേ? കാരണം ഇവിടെ എക്സ് ഈക്വൽ ടു -3 പോസിബിളാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കറക്റ്റ് -3 ആവുക എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എഫ് ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ -3 ആവുമ്പോൾ ഞാൻ ഇതായിട്ട് വേണം എഫ് ഓഫ് എക്സ് എടുക്കാൻ. അപ്പോൾ എഫ് ഓഫ് -3 കാണാൻ ഇതിനകത്ത് എക്സിന് -3 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ എക്സിന് എന്തിട്ട് കൊടുക്കുക? -3. മോഡ് -3 + 3 എന്ന് വരും. മോഡ് -3 3 ആയതുകൊണ്ട് 3 + 3 വരും അല്ലേ? 6. ഇനി ഒന്ന് നോക്കിയേ, ലെഫ്റ്റ് ലിമിറ്റ് 6, റൈറ്റ് ലിമിറ്റ് 6, എഫ് ഓഫ് എയും 6. അപ്പോൾ -3 കണ്ടിന്യൂസ് ആണെന്ന് പറയാം. മൂന്നും സെയിം ആണല്ലോ. സോ എറ്റ് എക്സ് ഈക്വൽ ടു -3 എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറയാം. ശരിയല്ലേ? കണ്ടിന്യൂസ്. അപ്പോൾ -3 ഞാൻ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 3 കാരണം എക്സ് സ്പ്ലിറ്റ് ചെയ്യുന്ന വേറൊരു പോയിൻ്റാണ് 3. അപ്പോൾ 3 ഇതേപോലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. എറ്റ് എക്സ് ഈക്വൽ ടു 3 കണ്ടിന്യൂസ് ആവണുണ്ടോ എന്ന് അറിയണം. അതിന് 3 ലെഫ്റ്റ് ലിമിറ്റ് കാണാൻ പോവാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 - എഫ് ഓഫ് എക്സ്. ഇതല്ലേ 3 ലെഫ്റ്റ് ലിമിറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 - എഫ് ഓഫ് എക്സ്. ഞാൻ ഏതാ എഴുതണ്ടേ? 3 എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ലെസ് ദാൻ 3 അല്ലേ? സ്ലൈറ്റ്ലി ലെസ് ദാൻ 3 ആണ്. സ്ലൈറ്റ്ലി ലെസ് ദാൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് കണ്ടീഷനല്ലേ ശരിയാവുന്നത്? നോക്കിയേ, 3 എന്ന് പറഞ്ഞാൽ വല്ല 2.999 ആയിട്ട് കരുതിയാൽ മതി. അപ്പോൾ എക്സ് 2.999 എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് കണ്ടീഷനാണല്ലോ അല്ലേ? 2.999 ലെസ് ദാൻ 3 ആണല്ലോ. അപ്പോൾ 3 ആകുമ്പോൾ സെക്കൻഡ് കണ്ടീഷനാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് -2x ആണ്. ഇത് നേരെ എക്സിന് 3 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? 3 അപ്രോക്സിമേറ്റ്ലി 3 തന്നെയാണല്ലോ അല്ലേ? -2 × 3 വരും. -2 × 3 -6 ആണ് 3 ലെഫ്റ്റ് ലിമിറ്റ്. ഇത് നമ്മൾ 3 റൈറ്റ് ലിമിറ്റ് കാണാൻ പോവാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 + എഫ് ഓഫ് എക്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 + എഫ് ഓഫ് എക്സ്. ഞാൻ ഏതാ എഴുതണ്ടേ? 3 എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി എബോവ് 3 ആണ്. സ്ലൈറ്റ്ലി എബോവ് 3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കണ്ടീഷനാണ്. ശരിയല്ലേ? സ്ലൈറ്റ്ലി എബോവ് 3. അപ്പോൾ എഫ് ഓഫ് എക്സ് 6x + 2 ആണ് വരുന്നത്. 6x + 2. നമ്മൾ നേരെ എക്സിന് 3 കൊടുക്കാൻ പോവാണ് അല്ലേ? എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 6 × 3 + 2 വരും. 6 × 3 + 2 എന്ന് പറഞ്ഞാൽ 18 + 2. 18 + 2 20 ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് -6 കിട്ടി, റൈറ്റ് ലിമിറ്റ് 20 കിട്ടി. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം അല്ല. കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എ അങ്ങനെ വരണം. ഇപ്പം ലെഫ്റ്റും റൈറ്റും സെയിം അല്ലാത്തത് കൊണ്ട് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3 അല്ലേ? ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയാം. അപ്പോൾ 3 മാത്രമാണ് ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്. -3 കണ്ടിന്യൂസ് ആണെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. അപ്പോൾ 3 മാത്രം ഡിസ്കണ്ടിന്യൂസ്, ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കണ്ടിന്യൂസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ?